അഗജാനനപദ്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്യ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്യ കരുണാംബുദേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. പീതാംബരം കരവിരാജിത ശംഖുചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കൃഷ്ണൻ എന്നുടെ മാനസേ നിറയണം കണ്ണീരു മാറ്റിയിടണം. കൃഷ്ണൻ എന്നുമേ നൽകണം സുഗതമാ സമ്പത്തും ഐശ്വര്യം. കൃഷ്ണൻ എന്നുടെ ഈശ്വരൻ ഗുരുവരൻ സ്നേഹിച്ചൊരാദാതനം. കൃഷ്ണൻ തന്നെ എനിക്ക് വിശ്വമഖിലം കൃഷ്ണ തൊഴുന്നേനഹം. എല്ലാവർക്കും നമസ്കാരം. ശ്രീകൃഷ്ണ ഭക്തിയുടെ അമൃതധാരയായി ശ്രീ വില്യമംഗല സ്വാമിയാരിൽ നിന്നും ഒഴുകിയെത്തിയ ആ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 2-ാം സർഗത്തിൽ 6 മുതൽ 10 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇവിടെ ഇന്ന് സ്മരിക്കുന്നത്. ശ്ലോകം 6. മന്ദം മന്ദം മധുരനിനതേർ വേണുമാപൂരയന്തം വൃന്ദം വൃന്ദാവനഭുവി ഗവാം ചാരയന്തം ചരന്തം ഛന്ദോഭാഗേ ശതമഖമുഖ ധ്വംസിനാം ദാനവാനാം ഹന്താരം തം കഥയരസനേ ഗോപകന്യാഭുജംഗം. രസനെ അല്ലയോ നാവേ, മന്ദം മന്ദം മധുരനിനതൈ മെല്ലെ മെല്ലെ മധുരസ്വരങ്ങളിൽ വേണും ആഭൂരയന്തം ഓടക്കുഴൽ വിളിക്കുന്നവനും വൃന്ദാവന ഭൂയി വൃന്ദാവന പ്രദേശത്ത് ഗവാം വൃന്ദം ചാരയന്തം പശുക്കളുടെ സമൂഹത്തെ മേച്ചുകൊണ്ട് ചരന്തം നടക്കുന്നവനും ചന്തോഭാഗെ വേദഭാഗങ്ങളിൽ ശതമഖമുഖധ്വംസിനാം ഇന്ദ്രാദിദേവന്മാരെ ദ്രോഹിക്കുന്ന ദാനവാനാം ഹന്താരം അസുരന്മാരെ നിഗ്രഹിക്കുന്നവനുമായ തം ഗോപകന്യാഭുജംഗം ആ ഗോപകന്യാകാമുകനെക്കുറിച്ച് കഥകൾ നീ പറയൂ. വേണുഗാനം പൊഴിച്ചുകൊണ്ട് വൃന്ദാവന പ്രദേശത്ത് പശുക്കളെ മേച്ച് നടക്കുന്ന വേദ്യനായ ഗോപീജന കാമുകനായ ശ്രീകൃഷ്ണൻ്റെ കഥകൾ പറയുവാൻ കവി നാവിനോട് അപേക്ഷിക്കുകയാണ്. അല്ലയോ നാവേ, മെല്ലെ മെല്ലെ മധുരസ്വരങ്ങളിൽ ഓടക്കുഴൽ വിളിക്കുന്നവനും വൃന്ദാവന പ്രദേശത്ത് പശുക്കളുടെ സമൂഹത്തെ മേയിച്ചുകൊണ്ട് നടക്കുന്നവനും വേദഭാഗങ്ങളിൽ ഇന്ദ്രാദിദേവന്മാരെ ദ്രോഹിക്കുന്ന അസുരന്മാരെ നിഗ്രഹിക്കുന്നവനുമായ ആ ഗോപകന്യാകാമുകനെക്കുറിച്ച് കഥകൾ നീ പറയൂ എന്ന് നാവിനോട് കവി ഇവിടെ അപേക്ഷിക്കുകയാണ്. ശ്ലോകം 7. വേണീമൂലേ വിരചിതഘനശ്യാമപിഞ്ചാവചൂടോ വിദ്യുല്ലേഖാവലയിത ഇവ സ്നിഗ്ധപീതാംബരേണ മാമാലിംഗന്മരതകമണിസ്തംഭഗംഭീരബാഹു സ്വപ്നേ ദൃഷ്ട തരുണതുളസീ ഭൂഷണോ നീലമേഘ. വേണീമൂലെ തിരുമുടിക്കെട്ടിന് താഴെ വിരചിത ഘനശ്യാമപിഞ്ചാവ ചൂട നീല പീലിമാല ചുറ്റിക്കെട്ടി സ്നിഗ്ധ പീതാംബരേണ മിന്നുന്ന മഞ്ഞപ്പട്ടുടുക്കുകയാൽ വിദ്യുല്ലേഖ വലയിത ഇവ മിന്നൽക്കൊടി ചുഴന്ന പോലായി തരുണ തുളസീഭൂഷണ പുതിയ തുളസിമാല ചാർത്തിയിട്ടുള്ള നീലമേഘ നീലക്കാർ വർണ്ണനായ ശ്രീകൃഷ്ണൻ മരതകമണിസ്തംഭ ഗംഭീരബാഹു മരതകമണിത്തൂണുകൾ പോലെ നീണ്ടുരുണ്ട കൈകൾ കൊണ്ട് മാം ആലിംഗൻ എന്നെ വന്ന് ആലിംഗനം ചെയ്യുന്നതായി സ്വപ്നേ ദൃഷ്ട ഞാൻ സ്വപ്നം കണ്ടു. നീലപ്പീലിമാല ചുറ്റിക്കെട്ടി മിന്നുന്ന മഞ്ഞപ്പട്ടുടുക്കിയാൽ മിന്നൽ കൊടി ചുഴന്ന പോലായി പുതിയ തുളസിമാല ചാർത്തിയിട്ടുള്ള നീലക്കാർ വർണ്ണനായ ശ്രീകൃഷ്ണൻ മരതകമണിത്തൂണുകൾ പോലെ നീണ്ടുരുണ്ട കൈകൾ കൊണ്ട് എന്നെ വന്ന് ആലിംഗനം ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടു. നീലമേഘശ്യാമളനായ ശ്രീകൃഷ്ണ ഭഗവാൻ വന്ന് നീണ്ടുരുണ്ട കൈകൾ കൊണ്ട് എന്നെ ആലിംഗനം ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടുവെന്ന് കവി അളവില്ലാതെ ആഹ്ലാദം കൊള്ളുന്നു. ശ്ലോകം 8. കൃഷ്ണേ ഹൃത്വാ വസനനിജയം കുലകുഞ്ചാതിരൂഢേ മുഗ്ധാ കാജിന്മുഹുരനുനയൈ കിന്നിതി വ്യാഹരന്തി സഭ്രൂഭംഗം സദരഹസിതം സത്രപം സാനുരാഗം ഛായാശൗരേ കരതലഗദാ നമ്പരാണ്യാ ചകർഷ. കൃഷ്ണേ വസനനിജയം ഹൃത്വ ശ്രീകൃഷ്ണൻ വസ്ത്രങ്ങൾ മോഷ്ടിച്ച് കുലകുഞ്ചാതിരൂടെ ആറ്റിൻകരയിലുള്ള മരത്തിൽ കയറിയപ്പോൾ മുഗ്ധാകാജിത് മുഗ്ധയായ ഒരു ഗോപസ്ത്രീ
മുഹു അനുനയൈ വീണ്ടും വീണ്ടും നല്ല വാക്കുകൾ കൊണ്ട് കിം നു ഇതി വ്യാഹരന്തി എന്താണിങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് സഭ്രൂഭംഗം സദരഹസിതം പുരികം ചുളിച്ച് പുഞ്ചിരി തൂകിയും സത്രപം സാനുരാഗം നാണിച്ചും അനുരാഗം കലർന്നും ഛായാശൗര്യ വെള്ളത്തിൽ നിഴലിച്ചു കണ്ട ശ്രീകൃഷ്ണൻ്റെ കര തല ഗദാനീ അമ്പരാണി കയ്യിലുള്ള വസ്ത്രങ്ങൾ ആജകർഷ പിടിച്ചു വലിച്ചു. അതായത് ശ്രീകൃഷ്ണൻ വസ്ത്രങ്ങൾ മോഷ്ടിച്ച് ആറ്റിൻകരയുള്ള മരത്തിൽ കയറിയപ്പോൾ മുഗ്ധയായ ഒരു ഗോപസ്ത്രീ വീണ്ടും വീണ്ടും നല്ല വാക്കുകൾ കൊണ്ട് എന്താണിങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് പുരികം ചുളിച്ചും പുഞ്ചിരി തൂകിയും നാണിച്ചും അനുരാഗം കലർന്നും വെള്ളത്തിൽ നിഴലിച്ചു കണ്ട ശ്രീകൃഷ്ണൻ്റെ കയ്യിലുള്ള വസ്ത്രങ്ങൾ പിടിച്ചു വലിച്ചു. വെള്ളത്തിൽ പ്രതിബിംബിച്ചു കണ്ട ശ്രീകൃഷ്ണനെ വാസ്തവത്തിലുള്ള കൃഷ്ണനാണെന്ന് തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ് ആ ഗോപസ്ത്രീ മുഗ്ധയാണ്, അല്പബുദ്ധിയാണ് എന്ന് കവി പറഞ്ഞത്. കൃഷ്ണൻ്റെ യൗവനാരംഭത്തിലെ ചാബല്യങ്ങളിൽ ഒന്നാണ് ഈ ഗോപീ വസ്ത്രാപഹരണ കഥ. ശ്ലോകം 9. അഭിജനുഷി പരസ്പിന്നാത്ത പുണ്യോ ഭവേയം തടഭുവി യമുനായാസ്ത്യാദൃശോ വംശനാളെ അനുഭവതി യേഷ ശ്രീമദാ വീരസൂനോ അധരമണി സമീപ ന്യാസധന്യാമവസ്ഥാം. പരസ്മിൻ ജനുഷി അടുത്ത ജന്മത്തിൽ പുണ്യങ്ങൾ ചെയ്ത് യമുനായ തടഭുവി കാളിന്തി നദിയുടെ വക്കത്ത് താദൃശ വംശനാള അത്രമാത്രം ഭാഗ്യമുള്ള ഒരു ഓടക്കുഴൽ അഭിഭവേയ ആയിത്തീരുമോ ഞാൻ. യേഷ ഈ ഓടക്കുഴൽ ശ്രീമദാ വീരസൂനു ശ്രീമാനായ നന്ദഗോപപുത്രൻ്റെ അധരമണി സമീപ ന്യാസധന്യാം അവസ്ഥ മണിച്ചുണ്ടിൻ്റെ അടുത്ത് ചേർത്ത് വയ്ക്കുക എന്ന മഹാഭാഗ്യം അനുഭവിക്കുന്നുണ്ടല്ലോ. അടുത്ത ജന്മത്തിൽ എനിക്ക് ശ്രീകൃഷ്ണൻ്റെ ഓടക്കുഴലായി ജനിക്കുവാൻ ഭാഗ്യമുണ്ടായെങ്കിൽ എന്ന് കവി ആഗ്രഹിക്കുകയാണ്. കവിയുടെ ആഗ്രഹമാണ് ഈ ശ്ലോകത്തിൽ കൂടെ പ്രതിപാദിക്കുന്നത്. കഴിഞ്ഞ ജന്മത്തിലോ ഈ ജന്മത്തിൽ തന്നെയോ വളരെ വളരെ പുണ്യങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ടാവണം ഈ ശ്രീകൃഷ്ണൻ്റെ ഓടക്കുഴലിന് ആ മണിച്ചുണ്ടിനരികിൽ ചേർന്നിരുന്ന പരമാനന്ദം അനുഭവിക്കാനിടവരുന്നത്. ഇതുപോലുള്ള ഭാഗ്യം ലഭിക്കാൻ എനിക്കിപ്പോൾ തന്നെ പുണ്യങ്ങൾ സമ്പാദിച്ചു തുടങ്ങണമെന്നുള്ള കവിയുടെ അളവറ്റ ആഗ്രഹമാണ് ഈ ശ്ലോകത്തിലൂടെ കവി പ്രകാശിപ്പിക്കുന്നത്. ശ്ലോകം 10. ഐപരിജിനുച്ഛേദ പ്രാതരം ഭോജനേത്രം കബരകലിത ചഞ്ചൽ പിഞ്ചദാമാഭിരാമം വലഭി ഉപലനീലം വല്ലവീ ഭാഗധേയം നിഖില നിഗമവല്ലീ മൂലകന്ദം മുകുന്ദം. ചെയ്ത അല്ലയോ മനസ്സേ അംബോജനേത്രം താമരപ്പൂക്കൾ പോലുള്ള കണ്ണുകളുമായി കബരകലിത ചഞ്ചൽ പിഞ്ചദാമാഭിരാമം തിരുമുടിയിൽ ഇളകുന്ന പീലിമാല അണിഞ്ഞ സുന്ദരനായി വലഭി ഉപലനീലം ഇന്ദ്രനീല രത്നം പോലെ നീലനിറം പൂണ്ട് വല്ലഭീ ഭാഗധേയം ഗോപസ്ത്രീകളുടെ ഭാഗ്യം തന്നെയായ നിഖില നിഗമവല്ലീ മൂലകന്ധം വേദ സർവസ്വലതയുടെ അടിയിലെ കിഴങ്ങായ മുകുന്ദം മുക്തി നൽകുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാതാപരിചിനു പ്രഭാതത്തിൽ ധ്യാനിച്ചാലും. പ്രഭാതത്തിൽ വേദത്തിൻ്റെ ഉറവിടമായ ശ്രീകൃഷ്ണ ഭഗവാനെ ഏതു രൂപത്തിൽ ധ്യാനിക്കണമെന്ന് കവി തൻ്റെ മനസ്സിനോട് പറയുകയാണ് ഈ ശ്ലോകത്തിൽ കൂടി പ്രതിപാദിക്കുന്നത്. അല്ലയോ മനസ്സേ താമരപ്പൂക്കൾ പോലുള്ള കണ്ണുകളുമായി തിരുമുടിയിൽ ഇളകുന്ന പീലിമാലയണിഞ്ഞ സുന്ദരനായി ഇന്ദ്രനീലരത്നം പോലെ നീലനിറം പൂണ്ട് ഗോപസ്ത്രീകളുടെ ഭാഗ്യം തന്നെയായ വേദ സർവസ്വലതയുടെ അടിയിലെ കിഴങ്ങായ മുക്തി നൽകുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ പ്രഭാതത്തിൽ ധ്യാനിച്ചാലും. കവി തൻ്റെ മനസ്സിനോട് പറയുകയാണ് ഇങ്ങനെ. ഇത്രയും പറഞ്ഞ് ഈ 10ാമത്തെ ശ്ലോകം ഇവിടെ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം ത്വയേദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ. നാരായണ നമോസ്തുതേ നാരായണ നമോസ്തുതേ നാരായണ നമോസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത്തൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.
എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവത് ഭക്തിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഈ വീഡിയോ കാണുന്നവർ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.